മലപ്പുറം താനൂരിൽ MDMA വാങ്ങാൻ പണം നൽകാത്തതിനാൽ മാതാപിതാക്കളെ ആക്രമിച്ച യുവാവിന്റെ വാക്കുകളാണിപ്പോൾ കേട്ടത്. തന്റെ ജീവിതം തകർന്നതിനെക്കുറിച്ച്, ഒരു ഭ്രാന്തനെ പോലെ ആയ അവസ്ഥയെക്കുറിച്ച് ഈ യുവാവ് പോലീസിനോട് വിവരിക്കുന്നുണ്ട്. ഇതിനുശേഷം പോലീസ് തന്നെ ഇടപെട്ട് യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ലഹരിക്ക് അടിമകളായ യുവാക്കൾ സ്വന്തം വീട്ടിലും നാട്ടിലും ഭീതി വിതയ്ക്കുന്ന നിരവധി സംഭവങ്ങൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. മലപ്പുറം പൊന്നാനിയിൽ തന്നെ ലഹരി സംഘങ്ങൾ ഒരു വ്യാപാരിയെ ആക്രമിച്ച വാർത്ത, തിരുവനന്തപുരത്ത് DYFI പ്രവർത്തകനെ ലഹരി മാഫിയ സംഘം ക്രൂരമായി മർദ്ദിച്ച സംഭവം, അങ്ങനെ നിരവധി വാർത്തകളാണ് ഈ പകൽ തന്നെ. ലഹരിയുടെ അപകടത്തെക്കുറിച്ചുള്ള നിരവധി വാർത്തകളാണ് ഈ പകൽ തന്നെ പുറത്തു വന്നത്. നമ്മുടെ നാടിൻ്റെ ഈ പോക്ക് എങ്ങോട്ടേക്കാണ്? മറ്റുള്ളവരെ ഭീതി വിധിക്കുന്നതിനൊപ്പം തന്നെ സ്വയം ജീവിതം തകരുന്ന നിരവധി യുവാക്കളുമുണ്ട്, ലഹരിക്കടിമകളായ യുവാക്കൾ. മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി സംഘാംഗങ്ങൾക്ക് HIV ബാധ സ്ഥിരീകരിച്ചു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. 2 മാസത്തിനിടെ 9 പേർക്കാണ് HIV ബാധ സ്ഥിരീകരിച്ചത്. ഇതിൽ 6 പേർ മലയാളികളും 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ്. ഇവർ ഒരേ സൂചികൾ പങ്കിട്ടതായും വിതരണക്കാർ സൂചികൾ വീണ്ടും ഉപയോഗിച്ചതായും മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R. രേണുക സ്ഥിരീകരിച്ചു. TG സജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജിത്ത്, ലഹരി മരുന്ന് കുത്തിവെക്കാനായി ഉപയോഗിച്ച സിറിഞ്ചുകളിലൂടെയാണ് HIV പകർന്നതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. നമുക്കറിയാം, ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ജില്ലയിൽ തന്നെ, മലപ്പുറം ജില്ലയിൽ തന്നെ ഒരേ സമയം 9 പേർക്ക് HIV സ്ഥിരീകരിക്കുന്നു. അതെല്ലാം ലഹരി സംഘത്തിൽപ്പെട്ടവരാണ്. ഈ ലഹരി ഉപയോഗിക്കുന്ന വഴി, ഈ സിറിഞ്ചിലൂടെ ലഹരി ഉപയോഗിക്കുന്ന വഴി തന്നെയാണ് HIV ബാധ പിടിപെട്ടത് എന്ന് തന്നെയാണോ ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ? സജിത്ത്. യെസ് ടോം, വളരെ പ്രാധാന്യമുള്ള വാർത്തയാണ് എന്ന് മാത്രമല്ല ഏറെ ഗൗരവമുള്ള ഇനിയും പഠനങ്ങളും കൂടുതൽ ജാഗ്രതയുള്ള നീക്കങ്ങൾ നടത്തേണ്ട ഒരു വാർത്ത കൂടിയാണ് മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നും പുറത്തു വരുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ 10 പേർക്കാണ് ഈ HIV ബാധ സ്ഥിരീകരിക്കുന്നത്. ആദ്യം ഒരാളിൽ HIV ബാധ കണ്ടെത്തുകയും പിന്നീട് നടത്തിയ തുടർ അന്വേഷണത്തിലാണ് ഈ 10 പേരിലേക്കും എത്തിയത്. ഈ 10 പേർക്കും സമാനമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അത് ലഹരി ഇടപാടുകളായിരുന്നു. ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ചാണ്. ആ സിറിഞ്ച് വഴിയാണ് ഈ ബാധ, വൈറസ് പകർന്നത് എന്നതാണ് കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ അന്യസംസ്ഥാന തൊഴിലാളികളും ഉൾപ്പെടുന്നു, ഒപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റ് ആളുകളും ഉൾപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ചിത്രം. അങ്ങേറ്റം ഗൗരവമുള്ളതാണ്. നമുക്ക് ഈ പരിശോധനയിലേക്ക് എത്തിയ വഴി തന്നെ ഏറ്റവും സങ്കീർണമാണ്. കാരണം സംസ്ഥാനത്തെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി കുറേ നാളുകളായി സംസ്ഥാനത്തെ എയ്ഡ്സ് ബാധ സംബന്ധിച്ച പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടയിലാണ് ഈ ലഹരി ഉപയോഗ കേന്ദ്രങ്ങൾ സംബന്ധിച്ച് അവിടെ ഈ ലഹരി ഉപയോഗം HIV ബാധയ്ക്ക് ഇടയാക്കുന്നുണ്ടോ എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വളാഞ്ചേരിയിലുള്ള ഒരാളിൽ ഈ HIV വൈറസ് പോസിറ്റീവ് കണ്ടെത്തുന്നത്. പക്ഷേ തുടർന്ന് നടത്തിയ പല പരിശോധനകളിലുമാണ് 10ഓളം പേരിൽ ഈ HIV ബാധ സ്ഥിരീകരിക്കുന്നത്. ഇവരെല്ലാവരും ഈ ഒരേ സിറിഞ്ച് ഉപയോഗിച്ചു എന്നതാണ് സാഹചര്യം ഉണ്ടായത്. അതായത് ലഹരി കുത്തിവെക്കാൻ ഒരേ സിറിഞ്ച് ഉപയോഗിച്ചു, അതുവഴിയാണ് പടർന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് HIV ബാധ പടരുന്നതിൻ്റെ വഴികൾ, അതിലെ ഏറ്റവും വലിയ സാധ്യതയുള്ള വഴികളിലൊന്നായി ഈ ലഹരി ഉപയോഗം, ഈ സിറിഞ്ച് ഉപയോഗിച്ച് ഒന്നിച്ച് കുത്തിവെക്കുന്നത് കൊണ്ടുള്ള ലഹരി ഉപയോഗം മാറുന്നു എന്ന സാഹചര്യമാണ്. അതിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. വളാഞ്ചേരിയിലെ ഈ കണക്കുകൾ സ്ഥിരീകരിക്കുന്നത് ഇങ്ങനെയെങ്കിൽ സംസ്ഥാനത്തിന്റെ മറ്റു ജില്ലകളുടെ അവസ്ഥ എന്തായിരിക്കും? അത് സംബന്ധിച്ച കണക്കെടുപ്പ് കൂടെ നടക്കേണ്ടി വരും. ലഹരി ഉപയോഗ കേന്ദ്രങ്ങളിൽ ഇത് സംബന്ധിച്ച പരിശോധന ഒരുപക്ഷെ ഞെട്ടിക്കുന്നതാവാം. സംസ്ഥാനത്ത് 2021 ശേഷം എയ്ഡ്സ് ബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നു എന്ന കണ്ടെത്തൽ കൂടി പുറത്തു വരുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ലഹരി ഉപയോഗത്തിൽ ഉണ്ടായിരിക്കുന്ന ക്രമാതീതമായ വർധനവാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല കേസുകളുടെയും നമ്മൾ കാണുന്നത് ലഹരി പിടിക്കുന്നു, അതുമൂലം സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അക്രമ വിഷയങ്ങളും മറ്റുമാണ് നമ്മൾ പരമാവധി പുറമേക്ക് കാണുന്നത്. പക്ഷേ അതിലും ഗുരുതരമായ രീതിയിലേക്ക് ഇത് സമൂഹത്തെ വ്യാപിക്കുന്നുണ്ട്, പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് വളാഞ്ചേരിയിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും അപകടകരമായ സാഹചര്യമാണ്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ സമീപകാലത്ത് HIV ബാധിതരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്ന കണക്കുകൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഇതിനെതിരെ ഏതൊക്കെ രീതിയിലാണ് പ്രത്യേകിച്ച് സർക്കാരിൻ്റെ, ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ ഇവിടെ അനിവാര്യമല്ലേ? ഈ യുവാക്കൾക്ക് ബോധവൽക്കരണം നൽകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഒരേ സിറിഞ്ച് കൊണ്ട്
ലഹരി ഉപയോഗിക്കുന്നവർ. ഇതിനെതിരെയൊക്കെ സർക്കാരിൻ്റെ പല പ്രതിരോധ പ്രവർത്തനങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടോ? ഈ ലഹരിക്കടിമകളായ യുവാക്കൾ ഒന്നിച്ചിരുന്ന് ലഹരി ഉപയോഗിക്കുമ്പോൾ, ഒരേ സിറിഞ്ച് കൊണ്ട് ലഹരി ഉപയോഗിക്കുമ്പോൾ അത് പലർക്കും പല രീതിയിലുള്ള രോഗങ്ങൾ, അസുഖങ്ങളും പിടിപെടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയായിരിക്കും ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇനി ഒരു ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെ ഒരു ഇടപെടലായിരിക്കും ഉണ്ടാവാൻ പോകുക സജിത്ത്? ടോം, അതായത് സംസ്ഥാനത്ത് ഈ HIV ബാധ, എയ്ഡ്സ് രോഗബാധ നിയന്ത്രണ വിധേയമായിരുന്നു. ബോധവൽക്കരണത്തിലൂടെ, തുടർച്ചയായ ഇടപെടലുകളിലൂടെ, എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നീക്കങ്ങളിലൂടെ ഒക്കെ സംസ്ഥാനത്ത് HIV ബാധയെ വളരെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിരുന്നു എന്നതാണ് നമ്മുടെ ഇതുവരെയുള്ള ചിത്രം. പക്ഷേ 2021 മുതൽ ഈ ചിത്രത്തിൽ മാറ്റമുണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ നിന്നും പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് 2021 മുതൽ HIV ബാധിതരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവുണ്ടാകുന്നു എന്ന് മാത്രമല്ല, രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നതിൽ 20% വരുന്ന ആളുകൾ 17 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവരാണ്, 25 വയസ്സിനും ഇടയിലുള്ളവരാണ്. അതായത് യുവാക്കളിലേക്ക് HIV ബാധ പടരുന്നു. അതിന് കാരണമാവുന്നതാവട്ടെ ഈ ലഹരി ഉപയോഗം, സിറിഞ്ച് ഉപയോഗിച്ച് കോമൺ ആയി ഉപയോഗിക്കുന്നത് മൂലമുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഇതിന് ഇടവെക്കുന്നതും എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സംസ്ഥാനത്ത് 1700ഓളം പേരിൽ പ്രതിവർഷം ഈ HIV ബാധ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന ഒരു ഏകദേശ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. ഈ കണക്കിൻ്റെ ബഹുഭൂരിപക്ഷവും യുവാക്കളിലാണ് ഇപ്പോൾ HIV ബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന കണക്കാണ് വരുന്നത്. ടോം സൂചിപ്പിച്ച ആ കാര്യത്തിലേക്ക് വരുമ്പോൾ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി ഈ HIV വളാഞ്ചേരിയിലെ വിഷയം വരുന്നുണ്ട്. ഇതൊരു വെറും ഒരു വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് ഈ വിഷയത്തെ ഏറ്റെടുക്കാൻ ആരോഗ്യവകുപ്പിനും കഴിയണം. കാരണം ഇതൊരു വളാഞ്ചേരിയിലെയോ മലപ്പുറത്തെയും കേസ് മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ പല മേഖലകളിലും കൂടുതൽ ഗൗരവമുള്ള ബോധവൽക്കരണവും പരിശോധനകളും ആവശ്യമായി വരും. കാരണം ഇത്ര വ്യാപകമായ രീതിയിൽ രോഗബാധ പടരുന്നു എന്ന സാഹചര്യത്തിൽ മുമ്പുണ്ടായതിനേക്കാൾ പുതിയൊരു സാധ്യതയായി ഈ ലഹരി ഉപയോഗം മാറുന്നു എന്നതാണ്. തീർച്ചയായും ഒരേ സ്ഥലത്ത് തന്നെ ഈ രീതിയിൽ വളാഞ്ചേരിയിൽ മാത്രം 9 പേർക്ക്, ലഹരി സംഘത്തിൽപ്പെട്ട 9 പേർക്ക് ഈ HIV ബാധ സ്ഥിരീകരിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും, എങ്ങനെയായിരിക്കും ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ എന്നതുകൂടി ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം സജിത്ത്, ഇവരുടെ കുടുംബാംഗങ്ങൾക്ക്, ഈ യുവാക്കളുടെ കുടുംബാംഗങ്ങൾക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ HIV ബാധ പടരാനുള്ള സാധ്യതകൾ ഒരുപക്ഷെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എതിരെ ഒരു ജാഗ്രതാ മുന്നറിയിപ്പോ മറ്റോ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇവരുമായി അടുത്തിടപഴകുന്ന ഇവരുടെ കുടുംബാംഗങ്ങൾ, പങ്കാളികൾ, അങ്ങനെയുള്ളവരെ പരിശോധിക്കുക, അതല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇത് പകർന്നിട്ടുണ്ടോ എന്ന് ഒരു പരിശോധന നടത്തുക, അത്തരമൊരു ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായും ഇതുവരെ അത്തരം പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ മന്ത്രി തലത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അത്തരം നീക്കങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല ടോം, കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് മുഖ്യമന്ത്രി വിളിച്ച ഒരു ഉന്നതതല യോഗമുണ്ട്. ആ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തത് എക്സൈസ് വകുപ്പിൻ്റെയും ഒപ്പം തന്നെ പോലീസിൻ്റെയും അധികൃതരാണ് പങ്കെടുത്തുകൊണ്ട് ലഹരി വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള ഒരു ആക്ഷൻ പദ്ധതി, ഒരു കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചത്. പക്ഷേ അതിലേക്ക് ഇനി ആരോഗ്യവകുപ്പിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന പ്രധാനപ്പെട്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ആക്ഷൻ പ്ലാനിൽ ഈ പറയുന്ന സാഹചര്യം കൂടി ഉൾപ്പെടേണ്ടി വരും. അതായത് ലഹരി ഉപയോഗം മൂലം, അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിന് മൂലമുണ്ടാകുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് HIV വ്യാപനം. അത് ഈ രീതിയിൽ ഉണ്ടാവുമ്പോൾ സംസ്ഥാനത്ത് അതിൻ്റെ സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് രോഗപകർച്ച ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളും ബോധവൽക്കരണവും ഒക്കെ പുതിയൊരു ആക്ഷൻ പ്ലാനായി പ്രഖ്യാപിക്കേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ ആർജവമുള്ള, വേഗത്തിലുള്ള കൃത്യമായൊരു ഇടപെടൽ വേണ്ടി വരുന്നു എന്നതാണ് സാഹചര്യം. ഇതിൽ ഏറ്റവും ആദ്യം വേണ്ടി വരിക ഒരുപക്ഷെ കൂടുതൽ വ്യക്തമായൊരു കണക്ക് ശേഖരണമാവും. അത് ഇപ്പോൾ മലപ്പുറത്തെ കണക്കിനും അപ്പുറം മറ്റ് ജില്ലകളിലും ഇത്തരം റിപ്പോർട്ടുകൾ ഉണ്ടാവണം. ഒരുപക്ഷെ എക്സൈസിനും പോലീസിനും മറ്റും സംസ്ഥാനത്തെ ലഹരി ഉപയോഗ വ്യാപന കേന്ദ്രങ്ങൾ സംബന്ധിച്ച ചില കണക്കുകളും പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തരം പരിശോധനകൾ കൂടി നടത്തേണ്ടി വരും എന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, അതിഥി തൊഴിലാളികളുടെ കടന്നുകയറ്റം അത് സ്വാഭാവികമായും സംസ്ഥാനത്ത് പുതിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ ലഹരി വ്യാപനത്തിനാവട്ടെ അല്ലെങ്കിൽ HIV ബാധ പടരുന്നതിനാവട്ടെ അത്തരം സാധ്യതകൾ കൂടി ഉണ്ടാവുന്നു എന്നതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായും അത്തരം ഇടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും വേണ്ടിവരും. യെസ്, വ്യക്തമാണ്. ഏറെ ഗൗരവമുള്ള വിഷയമാണ്, ജാഗ്രത വേണ്ടതാണ്. കാരണം കൂടുതൽ പേർക്ക് HIV ബാധ സ്ഥിരീകരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ലഹരിക്ക് അടിമകളായ യുവാക്കൾ ഇതുപോലുള്ള അപകടത്തെക്കുറിച്ച് കൂടി തിരിച്ചറിയണം. കാരണം മറ്റുള്ളവരുടെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്, സ്വന്തം കുടുംബാംഗങ്ങൾക്ക്
ഭീഷണിയാകുന്നതിനപ്പുറം സ്വയം ജീവിതം നശിപ്പിക്കുന്നു. ഈ രീതിയിൽ HIV ബാധിതരായി ഒരു മാറ്റി നിർത്തപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് യുവാക്കൾ, ലഹരിക്ക് അടിമകളായവർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ വാർത്ത ഞങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്.